ആ നിക്ഷേപം തിരിച്ചു വാങ്ങുന്നതിന് അത് സേവനമാണ്, അതുകൊണ്ട് ചാർജ് ഈടാക്കാമെന്നാണ് ശ്രീ വിജയകുമാർ പറയുന്നത്. ഇതിന്റെ യുക്തി എന്താണ്? ഈ നിക്ഷേപം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നിക്ഷേപം വാങ്ങിക്കുന്നത് ഇവർ അവിടെ അടച്ചുപൂട്ടി വെക്കുകയല്ല, ഇത് വായ്പയായി കൊടുത്ത് അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നുണ്ട്. ആ ലാഭത്തിൽ നിന്നൊരു പങ്കാണ്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി ഒരു ജനതയ്ക്ക് മേൽ ഒരു നിമിഷം സാർ ഏകപക്ഷീയമായി ഒരു ജനതയ്ക്ക് മേൽ പല നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഗുണഭോക്താക്കൾ ബാങ്കുകൾ മാത്രമായിരുന്നു. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞ് നിൽക്കുന്നതിലൂടെ കിട്ടുന്ന ആദായം അതിവർക്ക് ഒരു വലിയ പച്ചക്കൊടി കാണിക്കലായോ? കൂടുതൽ ഈ പൗരന്റെ അവകാശങ്ങളെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഇത്തരം സാമ്പത്തികമായ അച്ചടക്കം അടിച്ചേൽപ്പിക്കുക, അതുവഴി വലിയ ആദായത്തിലേക്ക് പോവുക. നോട്ട് നിരോധനം വാസ്തവത്തിൽ ഇവിടെ ഡിജിറ്റൽ ഇക്കോണമി നടപ്പാക്കുന്നതിൻ്റെ ഒന്നാം പടിയായിട്ടാണ് വന്നത്. ഡിജിറ്റൽ ഇക്കോണമിയുടെ അടിസ്ഥാന തത്വം എന്താണ്? അത് മറ്റൊന്നുമല്ല, അതിനോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊന്നും കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ ഡിസംബറിൽ രത്തൻ വട്ടൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം, ഞങ്ങളാരും അങ്ങനെ ഇതിനെ ലോക ബാങ്ക് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തതെന്നുള്ളൊരു അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത് ലയിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്തുള്ള 100 ബാങ്കുകൾ എടുത്തു നോക്കിയാൽ അതിലൊരെണ്ണം SBI ആണ്. അത്രമാത്രം ഇൻ്റർനാഷണൽ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. അതുകൊണ്ട് ഇതിനെ കൂടുതൽ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പം മുൻ ഗവൺമെൻറ് ചെയ്തത് എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. BSNL എത്രയായിട്ട് വെട്ടിമുറിച്ചു, ബോംബെയിൽ വേറെ ആയി. ഞങ്ങളതിനെ ഒന്നായി കൊണ്ടുവരാൻ നോക്കുകയാണ്. നഷ്ടത്തിലായിരുന്ന എയർ ഇന്ത്യ ഇപ്പോൾ ലാഭത്തിലാണ്, BSNL ലാഭത്തിലാണ്, സ്റ്റീൽ ഇൻഡസ്ട്രി ഈ രീതിയിൽ പോവുകയും. ഒരു നിമിഷം ഇപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിലുള്ള അനുഭവം എന്താണ്? SBTകളെ മുഴുവൻ ഇതിലേക്ക് ലയിപ്പിച്ചു. പക്ഷേ ഈ ഫൈനാൻഷ്യൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് വിചാരിച്ച വേഗത്തിൽ പോകുന്നില്ല. 2 വാഗ്ദാനങ്ങളാണ് നൽകിയത്. SBIയുടെ ഈ ലയനം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ SBT ലയനം പൂർത്തിയാകുമ്പോൾ ഒന്ന്, കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. 2, ഈ പറയുന്ന ശാഖകളൊക്കെ ഇല്ലാതാക്കും എന്ന് പറയുന്നൊരു ഭീഷണി ഇല്ല എന്ന്. ആദ്യത്തേത് നാം ഇപ്പോൾ എല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളുമായി SBI പോകുന്നു. 2, 190ഓളം ശാഖകളാണ്. ഇപ്പോൾ ഒരു ശാഖയെ വേറൊരു ശാഖയുമായി ലയിപ്പിക്കുക എന്നതിലേക്കുള്ള ആലോചനകളിലേക്ക് പോകുക. 190 ശാഖകൾ സ്വാഭാവികമാണ്. ഈ പറഞ്ഞതിൽ ഒരു വ്യത്യാസവും ഇല്ല, അങ്ങനെ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഒരേ സ്ഥലത്ത് 2 ബാങ്കുകൾ വരും. SBI റോഡിന് അപ്പുറത്തെ SBI ഉണ്ടാവും, അല്ല അപ്പുറത്തെ SBI ഉണ്ടാവും, ഇപ്പുറത്തെ SBT ശാഖകളുടെ കാര്യം. വേറൊരു കാര്യം പറഞ്ഞോട്ട്, ഈ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എല്ലാം സൗജന്യമാണ്. അതിനെക്കുറിച്ച് നേരത്തെ വിജയകുമാർ അദ്ദേഹം പറഞ്ഞു. ഈ ബാങ്കിൽ ചെന്ന് ഈ ഞങ്ങളെ പൈസയാണ് കൊണ്ട് അവിടെ കൊണ്ട് അടുക്കി വെച്ചിട്ട് ഇവർ പോയി എടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അവിടെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്, അതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇവർക്ക് സാലറി ഉണ്ട്, ഇവരുടെ സൗജന്യം എല്ലാ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് അവർ സാലറി ഹൈക്ക് ഉണ്ടാവുന്നുണ്ട്. ബാക്കി പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട്. ഇതിനെല്ലാം ബാങ്ക് പൈസ ചെലവാക്കുന്നുണ്ട്. ഇതെല്ലാം സൗജന്യമാണ്. വിജയകുമാർ, ഇവിടെ താങ്കൾ പറയുകയുണ്ടായല്ലോ, സേവനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സൗജന്യമല്ല, അത് നമുക്കുണ്ടാകുന്ന ഒരു തോന്നൽ മാത്രമാണെന്ന്. പക്ഷേ അതിങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി ഇത്രയധികം കർക്കശമായ ഈടാക്കലുകൾ വേണോ സാർ? നിങ്ങളുടെ ചെക്ക് ലീഫിൽ ഒരു ലീഫിന് ഇത്ര രൂപ, നിങ്ങൾ ചെക്ക് കൊടുത്താൽ അങ്ങനെ പണം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനിത്ര, അതല്ല കൈമാറ്റം ചെയ്യുന്നതിനാണെങ്കിൽ അതിനിത്ര. ഇങ്ങനെ ഓരോ സ്റ്റോപ്പിലും നിങ്ങളുടെ പണത്തിൻ്റെ ഇടപാടുകൾ മുഴുവൻ നിങ്ങളിൽ നിന്ന് പിഴിയാനുള്ള അവസരമാക്കി ഒരു ധനകാര്യ സംവിധാനം കാണുകയാണെങ്കിൽ എങ്ങനെയാണത് ശരിയാവുക? മാത്രമല്ല, ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടല്ല പലപ്പോഴും ഇത് സീറോ ബാലൻസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് തുടങ്ങിക്കുന്നു, പിന്നെ പറയുകയാണ് അതിൽ മിനിമം ബാലൻസ് ഉണ്ടാകണമെന്ന്. അതുപോലെ തന്നെ ഈ പറയുന്ന അസംഘടിത മേഖലയിലെ പാവപ്പെട്ടവർ പണം നൽകുക, ഈ ബാങ്കിങ് സംവിധാനത്തിലേക്ക് വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധമായി അവരിലേക്ക് ബിസിനസ് കറസ്പോണ്ടൻസിനെ എത്തിച്ചുകൊണ്ട് അവരെ ഇതിൻ്റെ ഭാഗഭാക്കാക്കുന്നു. പിന്നെ അതിന്മേൽ ഓരോ ഇടപാടിലും അവരുടെ കീശയിൽ കൈയിടുന്നു. ഇതെങ്ങനെയാണ് നീതീകരിക്കാൻ കഴിയുക? നോക്കൂ വേണു, ഒരു വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ധനകാര്യ സേവന മേഖലയിൽ ഒരു ബാങ്ക് ചാർജസ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് വേറെ ബാങ്കിലേക്ക് പോവാം. ഇപ്പോൾ ഹൗസിംഗ് ലോൺ തന്നെ 9.5%, 10% ഹൗസിംഗ് ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ അവർ ലോൺ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട് 8.5%, 8.6%. അത് കോമ്പറ്റീഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളിത് പറയുമ്പോൾ ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈ നമ്മുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ATM ഒക്കെ കൊടുന്ന സമയത്ത്, ന്യൂ ജനറേഷൻ ബാങ്കുകൾ കൊടുന്ന സമയത്ത് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിലെ എല്ലാ യൂണിയനുകളും അതിനെ എതിർത്തിരുന്നതാണ്. കമ്പ്യൂട്ടറൈസേഷനെയും ATM-നെയും ഒക്കെ എതിർത്തിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന കാര്യം വേണുവിന് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
തെറ്റായ തൊഴിലാളി സംഘടനകള് അതിനെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത്. ഞാനൊരു ബാങ്കില് ഇല്ല പ്രകാശ്, യു ആർ റോങ്. ഞാനൊരു ബാങ്കിൽ, തൃശ്ശൂരിലെ ബാങ്കിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് അന്ന് അവർ യൂണിയൻ ആൾക്കാർ പറഞ്ഞു, സാർ ക്ലാസ്സിന്റെ കമ്പ്യൂട്ടറൈസേഷൻ ബാങ്കുകൾ എതിർത്തിട്ടുണ്ട്. അതിനുശേഷം എത്രയോ ദശകങ്ങൾക്ക് ശേഷമാണ് ഈ ATM-ന്റെ കാര്യത്തിൽ ബാങ്കിംഗ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ATM 94-ലെ നരസിംഹ കമ്മിറ്റി റെക്കമെൻഡേഷൻസിന്റെ ഫലമായിട്ടാണ് ന്യൂ ജനറേഷൻ ബാങ്ക്സിൽ അലൗ ചെയ്യുന്നത്. ആ ബാങ്കുകളുടെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഇത് വരുന്നത്. കമ്പ്യൂട്ടറൈസേഷനെയും ATM-നെയും ഒക്കെ തന്നെ യൂണിയനുകൾ എതിർത്തിരുന്നതാണ്. ഞാൻ പറഞ്ഞു മുഴുവനാകട്ടെ പ്രസാദ്, ഞാൻ മുഴുവനാക്കട്ടെ. അന്ന് അതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? നമുക്ക് 5 ദിവസമാണ് ബാങ്ക് ഉണ്ടായിരുന്നത്. 10 തൊട്ട് 2 മണി വരെ മാത്രമാണ് ബാങ്കിൽ പൈസ ഇടാനും വിഡ്രോ ചെയ്യാനും പറ്റുള്ളൂ. ശനിയാഴ്ച 10 തൊട്ട് 12 മണി വരെ, ഇത്ര മാത്രമേ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 365 ദിവസവും ബന്ധായാലും ഹർത്തായാലും വേണ്ടില്ല, 365 ദിവസവും 24 മണിക്കൂറും. ഇനി വിദേശത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് പോലും ATM-ന്ന് പൈസ എടുക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ട്. അത് ഈ ഒരു റീഫോമിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതിന് ന്യായമായി ചാർജസ് ഞാൻ പറയുന്നത്. ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളും ഇതുപോലെ തന്നെ ഈടാക്കുന്നുണ്ടോ, അതോ താരതമ്യേന SBI ആണോ ഇത് കർക്കശമായി ഇങ്ങനെ ഒന്നിനും ഇതേ ഒന്നായി അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ന്യൂ ജനറേഷൻ ബാങ്കുകളാണ് ഇവിടെ ഈ ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു സംസ്കാരം തുടങ്ങിയത്. പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ന്യൂ ജനറേഷൻ ബാങ്കുകളെയും കടത്തി വെട്ടിക്കൊണ്ട് അമിതമായ രൂപത്തിൽ നല്ല അവർ ചാർജ് ഈടാക്കുന്നതിന് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുകയാണ്. ശ്രീ VK വിജയകുമാർ അതിനുള്ള മറുപടി, ഇവിടെ മത്സരാധിഷ്ഠിതമാണ് എങ്കിൽ ഈ പൊതുമേഖലയുടെ എല്ലാ ആനുകൂല്യവും അല്ല, ഒരു നിമിഷം, അല്ലാതെ തന്നെ അനുഭവിക്കുന്നവരാണ് SBI. ഇപ്പൊ താങ്കൾ പറയുകയുണ്ടായല്ലോ ഏത് സേവനവും സൗജന്യമല്ല എന്ന്. ഈ SBIക്ക് ഇത്ര നഷ്ടം വരുത്തി തീർക്കുന്നതിനും നാമൊക്കെ സഹായിക്കുന്നുണ്ട് ശ്രീ VK വിജയകുമാർ. ലാഭത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാത്രമല്ല നാം ആലോചിക്കേണ്ടത്, നഷ്ടവും നാം സഹിക്കുന്നുണ്ട്. വേണു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നഷ്ടത്തിലല്ല. അങ്ങനെയല്ല പറയുന്നത്. NPA എന്ന് പറയുന്നത് അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പുതിയ ആദായത്തിനുള്ള പോംവഴികൾ കണ്ടെത്തുന്നു. ഒരു നിമിഷം, NPA എന്ന് പറയുന്നത് എന്തായാലും ഗുണകരമായ ഒരു അവസ്ഥയല്ലോ ഒരു ബാങ്കിനെ സംബന്ധിച്ച്. അതിപ്പോ ദേശീയ താല്പര്യം മുൻനിർത്തി പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ലോണായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടാകും. അതിന്റെ ബുദ്ധിമുട്ട് എല്ലാ പൗരനും അനുഭവിക്കുന്നതാണ്. അതിന്റെ ഭാഗമായാണ് SBIക്ക് മറ്റ് സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം മുൻകൈ എടുക്കലുകളിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നാം എല്ലാം അനുഭവിക്കുന്നുണ്ട്. ആദ്യം പറയട്ടെ വേണു, ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സ്, നിഷ്ക്രിയ ആസ്തി എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലായിടത്തും ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കൊടുക്കുന്ന എല്ലാ ലോൺ കൊടുക്കുന്നതും തിരിച്ചടവ് എന്നോളുന്നില്ല. ചിലത് ബിസിനസ് ഫെയിലിയർ കാരണം ഉണ്ടാവുന്നു, സ്വാഭാവികമായിട്ടുള്ള ബിസിനസ് ഫെയിലിയർ കാരണം ഉണ്ടാവുന്നു. പിന്നെ പണം എടുത്തിട്ട് വഞ്ചിക്കുന്നത് വേറെ വിഭാഗമുണ്ട്, പലതരത്തിലുള്ളതുണ്ട്. അതൊരു ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ, ബാങ്കിങ് ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അത് പ്രത്യേകിച്ച് ഒരു ഇക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടാവുന്ന സമയത്തൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും NPAs വർദ്ധിപ്പിക്കും. അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പ്രത്യേകമായിട്ട് സംഭവമല്ല. അത് കോപ്പറേറ്റീവ് ബാങ്കുകളിലും ഉണ്ട്, എല്ലാ ബാങ്കുകളിലും ഉണ്ട്, വിദേശ ബാങ്കുകളിലും. പക്ഷേ കോർപ്പറേറ്റുകൾക്ക് ഇത് വൻതോതിൽ ചെയ്യാൻ കഴിയുന്നു. അതിന്റെ നഷ്ടം, അതിന്റെ ബുദ്ധിമുട്ട്, ഒരു നിമിഷം, അതിന്റെ നഷ്ടവും അതിന്റെ ബുദ്ധിമുട്ടും പൊതുമേഖലാ ബാങ്കുകൾക്ക് നേരിടേണ്ടി വരുന്നു. അത് ആ ബാങ്ക് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറിന് നേരിടേണ്ടി വരുന്നതല്ല, അത് നമ്മുടെ പൊതു സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിടേണ്ടി വരുന്നതാണ്. ആ അർത്ഥത്തിൽ ഓരോ പൗരനും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം അതിവേഗം തിരികെ എത്താം. സൂപ്പർ പ്രൈം ചർച്ച തുടരുന്നു. ശ്രീ JR പത്മകുമാർ, 3 കാര്യങ്ങൾ ഐസക് പറയുകയുണ്ടായി. ഒന്ന്, ഈ പറയുന്ന അടിസ്ഥാന വികസന മേഖലയിൽ വലിയ തോതിൽ ദീർഘകാലത്തേക്ക് പണം നൽകുക വഴിയുണ്ടായ ബുദ്ധിമുട്ട്, പ്രധാനമായും പൊതുമേഖലാ ബാങ്കുകൾക്ക്. രണ്ടാമതായി, ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായ സ്ലോ ഡൗൺ ഉണ്ടല്ലോ സമ്പദ്ഘടനയുടെ, അതിൻ്റെ ഭാഗമായി കോർപ്പറേറ്റുകൾ അടയ്ക്കേണ്ടത് തിരിച്ചടയ്ക്കാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബാധ്യത. 3, ആ ഘട്ടത്തിൽ സമ്പദ് രംഗം അങ്ങേയറ്റം മന്ദീഭവിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി സ്റ്റോക്കുകൾ അങ്ങനെ തന്നെ കുന്നുകൂടിയതിൻ്റെ ഭാഗമായി ഉണ്ടായ ബുദ്ധിമുട്ട്, ഇതെല്ലാം ഘടകമായി എന്നാണ്. അങ്ങനെയല്ല. ഇതിപ്പോൾ
നമ്മൾ ഈ ഏത് ഇപ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കായാലും എല്ലാ ഇപ്പോൾ ഗവൺമെൻറ്റിന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന സംസ്ഥാനത്തിന് പോലും അത് കഴിയില്ല. എപ്പോഴും കോർപ്പറേറ്റുകളെയും മറ്റ് സ്വകാര്യ സംരംഭങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ്. അപ്പോൾ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനൊക്കെ പ്രാഥമികമായി സഹായം ചെയ്തു കൊടുക്കേണ്ടി വരുമെന്നുള്ളത് മാത്രമല്ല, ഈ ബാങ്കിങ് ഒരു ഇൻ്റർനാഷണൽ തലത്തിലൊരു ഗ്രഡേഷൻ വേണ്ടിയിട്ട് ഒരു ബെസൽ റിപ്പോർട്ട് 3 അനുസരിച്ചിട്ട് നമ്മുടെ നാഷണൽസ് ബാങ്കുകൾക്ക് 2.44 lakhs crore മൂലധനം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതെവിടെ നിന്നാണ് കണ്ടെത്താൻ കഴിയുന്ന? അപ്പോൾ ഗവൺമെന്റ് കൊടുക്കണം. അല്ല, അതിന് ഗവൺമെന്റ് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഗവൺമെന്റിന് കൊടുക്കുന്നത് റിസർവ് ബാങ്കിന്റെ. നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ. ഒരു നിമിഷം ഒരു കാര്യം പറയട്ടെ. ഈ ബാസൽ നോംസിനെ കുറിച്ച് താങ്കൾ പറയുന്നുണ്ടല്ലോ. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, എന്തിന് ബാസൽ 3 നോംസ് ഇന്ത്യയിൽ ഇങ്ങനെ നിർബന്ധിതമാക്കണം? താങ്കളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, അമേരിക്കയും ചൈനയും അടക്കമുള്ള ബാങ്കുകളിൽ അന്താരാഷ്ട്ര ഇടപാടുകൾ, അന്തർദേശീയ സാമ്പത്തിക ഇടപാടുകൾക്ക് മാത്രമാണ് ബാസൽ നോംസ് ബാധകമാക്കിയിരിക്കുന്നത്. മറ്റൊന്നിനും അതല്ല പറഞ്ഞത്. ബാങ്കിങ് നമ്മുടെ ഒരു ഗ്രഡേഷനിലേക്ക് വരുന്ന സമയത്ത് ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് വരുമ്പോൾ ആ നിലവാരത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ അതിനനുസരിതമായ രീതിയിലുള്ള ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ SBIയുടെ ഇതുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏകദേശം 10-60 രാജ്യങ്ങളുണ്ട്. എവിടെ ചെന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ നിലവാരത്തിലേക്ക് നമ്മുടെ ബാങ്കിന്റെ അവസ്ഥ, അതിന്റെ ഗ്രേഡ് വർദ്ധിപ്പിക്കണം. ഞാൻ അത് പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സേവനങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് ഈടാക്കുന്ന ചാർജുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് PM ആവാസ് യോജന 9 ലക്ഷം രൂപ വരെയുള്ള വായ്പ 4% കൊടുക്കുന്നത്. വേറെ എവിടെ കിട്ടും? ഏത് ബാങ്ക് കൊടുക്കുന്നുണ്ട്? 4%. ഗവൺമെന്റ് തന്നെയാണെങ്കിലും ബാങ്ക് വഴി, ബാങ്കിനുള്ള സഹായം ആരാ ചെയ്യുന്നത്? 4% പലിശയ്ക്ക്. ഇത് ബാങ്ക് വഴിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, റീഫൈനാൻസിംഗ് കൊണ്ട്. അതേസമയം 12 ലക്ഷം വരെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് നമ്മൾ 5%. ഇതൊക്കെ ചെയ്യുന്നത് ഈ പൊതുമേഖല. ശ്രീ വി കെ വിജയകുമാറിലേക്ക് ഒന്ന് പോകുന്നു. ശ്രീ വി കെ വിജയകുമാർ, മത്സരാധിഷ്ഠിതമാണ്, അവിടെ നിൽക്കേണ്ടതുണ്ട്, അതിജീവിക്കേണ്ടതുണ്ട്, അതിൻ്റെ തന്ത്രങ്ങൾ വേണമെന്നൊക്കെ പറയുമ്പോഴും ശ്രീ തോമസ് ഐസക് പറഞ്ഞൊരു കാര്യം, അടിസ്ഥാനപരമായി ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതിപ്പോൾ SBI ഇത്ര വലിയ ഒരു സംവിധാനമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആർജിച്ചിരിക്കുന്നൊരു വിശ്വാസ്യത കൊണ്ടാണ്. ആ ബ്രാൻഡിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു ആവർത്തിച്ച് ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സർക്കുലറിലൂടെ എന്ന ധനമന്ത്രിയുടെ വാദത്തോട് യോജിപ്പുണ്ടോ? ഇല്ല, യോജിപ്പില്ല. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ബ്രാൻഡ് ഇമേജ് എന്ന് പറയുന്നത് ഒരു സർക്കുലറിൽ ഉണ്ടായിട്ടുള്ള ഒരു ലാബ്സായിട്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഇത് സർക്കുലറിൽ ഉണ്ടായിട്ടുള്ള ഒരു ലാബ്സാണ്, അല്ലാണ്ട് ഒരു കുതന്ത്രമൊന്നുമല്ല ഇത്. ശരി, അവസാനമായി ശ്രീ പ്രസാദ്. ശ്രീ വിജയകുമാറിന് പോലും അറിയുന്നൊരു കാര്യം, കഴിഞ്ഞ ഡിസംബറിൽ പബ്ലിഷ് ചെയ്ത രത്തൻ വട്ടാൽ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായും പറയുന്നത് ബാങ്കുകളെ ധന ഇടപാടുകളിൽ നിന്ന് മാറ്റണം എന്നാണ്. ഈ ധന ഇടപാടുകൾ ബാങ്കുകളിൽ നിന്ന് മാറ്റുന്ന ആ ഒരു സംവിധാനം, ഞാൻ നേരത്തെ പറഞ്ഞ ഡീമോണിറ്റൈസേഷൻ മുതൽ തുടങ്ങി വന്ന ഈ സംവിധാനം, ഇത് ഇവിടെ വാസ്തവത്തിൽ ഒരു പുതിയ കമ്മോഡിഫിക്കേഷൻ നടക്കുകയാണ്. അതായത് ഈ ധനകാര്യ ഇടപാടുകളിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പുതിയ സംവിധാനം, അതാണല്ലോ ഡിജിറ്റൽ ഇക്കോണമിയിലൂടെ വരുന്നത്. ഇതിനു വേണ്ടി വാസ്തവത്തിൽ ബാങ്കുകൾ കരിക്കിളക്കാണ്. അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം. ഇത് യാദൃച്ഛികമല്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ വലിയൊരു സ്ഥാപനത്തിന് അവരിറക്കിയ സർക്കുലറിൽ അക്ഷരത്തെറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ തരത്തിലുള്ളൊരു അബദ്ധം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഇത് വെള്ളരിക്കപ്പെടണമായിരിക്കും. ആദ്യം ഒരു പൊതുമേഖലാ ബാങ്കിനെ കൊണ്ട് ജനങ്ങളെ ശിക്ഷിപ്പിക്കുന്നു, പിന്നെ മറ്റ് ബാങ്കുകളും ഇതുപോലെ തന്നെയുള്ള കഴുത്തറുപ്പൻ ഈടാക്കലുകളുമായി രംഗത്ത് വരുന്നു. ഇതാണ് ബാങ്കിംഗ് രംഗത്ത് വരാൻ പോകുന്ന മാറ്റം. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ ഇപ്പോൾ ചെക്കിന് പൈസ ഈടാക്കുന്നുണ്ട്. ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് ഒഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ബാങ്കുകളും ഇതുണ്ട് നേരത്തെ. പക്ഷേ ശ്രീ ഐസക് പറഞ്ഞ പോലെ ബാങ്കിനെ ഭയന്നുകൊണ്ട് പണം മുഴുവൻ ഒരു നഷ്ടവും വരാതെ പരമാവധി സർവീസ് മാത്രം കൊടുത്തുകൊണ്ട്, അതിൻ്റെ മാത്രം സർവീസ് ചാർജ് കൊടുത്ത് പരമാവധി പണം കയ്യിൽ തന്നെ വെക്കുക എന്നൊരു നടപടിയിലേക്ക് പോയാൽ സമ്പദ് രംഗമാണ് മന്ദീഭവിക്കുന്നത്. ഒരിക്കലും ആ അവസ്ഥ ഉണ്ടാവില്ല. നേരത്തെ ഇദ്ദേഹം ഡിമോണിറ്റൈസേഷൻ സമയത്ത് ഇത് തന്നെയല്ല പറഞ്ഞത്, അത് തന്നെയല്ല പറഞ്ഞത്, അതൊന്നും പ്രായോഗികമല്ലല്ലോ. ശരി ശ്രീ പ്രസാദ്, അങ്ങനെ ഒരു സാമ്പത്തികമായി ഇതിൻ്റെ ചംക്രമണത്തെ ബാധിക്കുന്ന ഒന്നായി ഇത് മാറും. തീർച്ചയായിട്ടും മാറും. കാരണം കൃത്യമാണ് ഈ കൊടുക്കുന്ന മെസ്സേജ്. കാരണം നമ്മുടെ സംസ്കാരത്തിൽ, ബാങ്കിങ് സംസ്കാരത്തിലൊന്നും വലിയ മാറ്റങ്ങൾ വരുന്നില്ലല്ലോ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും സ്വന്തം വരുമാനം സുരക്ഷിതമായിരിക്കണം, അത് തങ്ങളുടെ ആവശ്യത്തിന് പര്യാപ്തമാവണം എന്ന താല്പര്യം എപ്പോഴുമുണ്ട്. അതിനുതകാതെ വരികയും
ഈ പണം ബാങ്കിൽ ഇട്ടിട്ട് തിരിച്ചെടുക്കണമെങ്കിൽ അതിന് ഓരോ തവണയും പൈസ കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നൊരു സാഹചര്യം വന്നാൽ അവരെന്താ ചെയ്യുക? സ്വാഭാവികമായിട്ട് അവർ മുൻകരുതലെടുക്കും. അങ്ങനെ വരുമ്പോൾ ബാങ്കുകളിലേക്ക് പണം എത്തുന്ന പ്രവണത കുറയും, ആളുകൾ പണം കയ്യിൽ തന്നെ വെക്കുന്ന സ്ഥിതി വരാം. അല്ലെങ്കിൽ അനധികൃതമായ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടാവാം. ശരി, ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഒരു ആശങ്ക ബാക്കി വരികയാണ്. SBI സർക്കുലർ തിരുത്തിയെങ്കിൽ പോലും ജനങ്ങൾ ബാങ്കിനെ കണ്ടിരുന്നത് പണത്തിൻ്റെ രക്ഷാധികാരിയായിട്ടാണ്. അതിനു പകരം പണത്തിൻ്റെ പേരിൽ ജനങ്ങളെ ശിക്ഷിക്കാനുള്ള അധികാരികളായി ബാങ്ക് മാറുന്നോ ഇല്ലയോ എന്നതാണ് ജനങ്ങൾ മനസ്സുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം. അത് കേൾക്കേണ്ടവർ കേൾക്കും എന്ന് കരുതാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.